Mapak, your perfect packaging partner. Tali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chaco Golden Diamonds അങ്കമാലി. ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ ഒഴിവാക്കി അങ്കമാലി നഗരസഭ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യദിന ഘോഷയാത്രയും മറ്റ് ആഘോഷ പരിപാടികളും റദ്ദാക്കുവാൻ കൌൺസിൽ തീരുമാനിച്ചതായി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അറിയിച്ചു. അങ്കമാലി നഗരസഭ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 15-ാം തീയതി രാവിലെ നഗരസഭാ അങ്കണത്തിലും ടൗണിലും പതാക ഉയർത്തൽ മാത്രമാക്കി ചടങ്ങ് ചുരുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ അനേക വർഷങ്ങളായി അങ്കമാലിയിൽ ഏറ്റവും ആർഭാടപൂർവ്വം നടന്നു വരുന്നതാണ് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടി. ഈ നഗരസഭാ പ്രദേശത്തെ മുഴുവൻ സ്കൂളുകളിലെയും കുട്ടികളും മർച്ചൻ്റ് അസോസിയേഷൻ, റെസിഡൻ്റ് അസോസിയേഷൻ ഉൾപ്പെടെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും ഒന്നിച്ചണിനിരുന്ന് ഏതാണ്ട് 4000-ഓളം പേർ അണിചേരുന്ന വലിയൊരു സ്വാതന്ത്ര്യദിന റാലി, അതിൽ വിവിധ ടാബ്ലോകൾ ഉൾപ്പെടെ കളർഫുള്ളായ പരിപാടികളാണ് നടത്താറുള്ളത്. ഇപ്രാവശ്യവും യോഗം ചേർന്ന് അങ്ങനെ തന്നെ തീരുമാനങ്ങളെടുത്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനുവേണ്ടിയുള്ള പരിശീലന പരിപാടികൾ സ്കൂളുകളിൽ നടക്കുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണ് വയനാട് ദുരന്തമുണ്ടായത്. അതിനെ തുടർന്ന് അവിടെ ദുരന്തം അനുഭവിച്ച മുഴുവൻ സഹോദരന്മാരോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ യോഗമാണ് ഈ ആഘോഷ പരിപാടികൾ വേണ്ടെന്ന് വെച്ചത്. നമുക്കറിയാം, സ്വാതന്ത്ര്യദിനം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും മഹത്തരമാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും നിദാനം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. 1947 ഓഗസ്റ്റ് 15-ന് മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇന്ത്യക്കാരുടെ താല്പര്യങ്ങളൊന്നും തന്നെ സംരക്ഷിക്കപ്പെട്ടിരുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് രാജ്യത്തിൻ്റെ ജനങ്ങളുടെ മുഴുവൻ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ഇന്ന് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്ന പുരോഗതിയിലേക്ക് എത്താനും കഴിയുന്നത്. രാഷ്ട്ര നേതാക്കന്മാരെയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുന്ന ധീര ജവാന്മാരെയും ധീര രക്തസാക്ഷികളെയും മുഴുവൻ സ്മരിക്കുന്ന ഈ പരിപാടി മാറ്റിവെക്കേണ്ടി വന്നത് നമുക്ക് ദുഃഖകരമാണെങ്കിലും അതിനേക്കാൾ ദുഃഖകരമാണ് നമ്മുടെ വയനാട്ടിലെ ദുരന്തത്തിനടിമകളായ നമ്മുടെ സഹോദരങ്ങൾ. അതുകൊണ്ട് അവരോടുള്ള സ്നേഹം മൂലം നമ്മൾ ഈ പരിപാടി മാറ്റിവെച്ചിരിക്കുകയാണ്. ആ വിവരം എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. ഇതൊരു അറിയിപ്പായി കൂടി എല്ലാവരും കരുതണം. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധീരദേശാഭിമാനികളെയും അതോടൊപ്പം തന്നെ നമ്മുടെ അതിർത്തി കാക്കുന്ന മുഴുവൻ സൈനികരെയും രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്നതിനിടയിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന ധീരദേശാഭിമാനി സൈനികരെയും എല്ലാം സ്മരിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുവാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ